റോഹൻ എന്നൊരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവന് എപ്പോഴും ഫോണിൽ കളിക്കാനായിരുന്നു ഇഷ്ടം. ഒരു ദിവസം അവൻ അവന്റെ അമ്മമ്മയുടെ വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയി. അമ്മമ്മയുടെ വീടിന്റെ മുറ്റത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു. അമ്മമ്മ റോഹനോട് പറഞ്ഞു, മോനെ, ആ മാവിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. റോഹൻ ഫോണിൽ നിന്ന് തലയുയർത്താതെ പറഞ്ഞു, അമ്മമ്മേ, എനിക്ക് കഥകളൊന്നും കേൾക്കാൻ താൽപ്പര്യമില്ല. എനിക്ക് ഫോണിൽ കളിക്കണം. അമ്മമ്മ റോഹന്റെ അടുത്തിരുന്നു. എന്നാൽ ഞാൻ നിനക്ക് ആ മാവിന്റെ കഥ പറഞ്ഞുതരാം. അതൊരു സാധാരണ മാവല്ല, അമ്മമ്മ പറഞ്ഞു. അമ്മമ്മ കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് ഈ മാവ് ഒരു മാന്ത്രിക മാവായിരുന്നു. ഈ ഗ്രാമത്തിലെ എല്ലാ ഓർമ്മകളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. റോഹൻ കഥ കേട്ട് അത്ഭുതത്തോടെ അമ്മമ്മയെ നോക്കി. അവൻ അവന്റെ ഫോൺ മറന്നുപോയിരുന്നു. നമ്മൾ ഈ മാവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ ഓർമ്മകൾ കാണാൻ കഴിയും, അമ്മമ്മ പറഞ്ഞു. അവർ രണ്ടുപേരും മാവിന്റെ അടുത്തേക്ക് നടന്നു. റോഹൻ മാവിന്റെ തടിയിൽ തൊട്ടു. അപ്പോൾ അവന് അവന്റെ മുത്തച്ഛൻ മാവിന്റെ ചുവട്ടിലിരുന്നു കഥ പറയുന്നതും അവന്റെ അച്ഛൻ മാങ്ങ പറിക്കുന്നതും കാണാൻ കഴിഞ്ഞു. റോഹൻ സന്തോഷത്തോടെ അമ്മമ്മയെ നോക്കി. അമ്മമ്മേ, ഇത് ശരിക്കും ഒരു മാന്ത്രിക മാവാണ്, അവൻ പറഞ്ഞു. അന്നു മുതൽ റോഹൻ ഫോണിൽ കളിക്കുന്നത് നിർത്തി. അവൻ അമ്മമ്മയോടൊപ്പം മാവിന്റെ ചുവട്ടിലിരുന്നു കഥകൾ കേൾക്കാനും പുതിയ കഥകൾ ഉണ്ടാക്കാനും തുടങ്ങി. അവൻ മനസ്സിലാക്കി, ചിലപ്പോൾ ഏറ്റവും നല്ല കഥകൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്.